നമസ്കാരം. തൃശ്ശൂർ സെൻറ്റ് മേരീസ് ഐ.ടി.ഐയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിനി, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസ് ഇൻസ്ട്രക്ടറാണ്. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പല ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അടങ്ങിയ പാഠഭാഗങ്ങൾ വിശകലനം ചെയ്ത് കുട്ടികളെ എക്സാമിന് ഒരുക്കുക എന്നതാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ ലക്ഷ്യം. നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി ഇലാസ്റ്റിസിറ്റി എന്ന പാഠഭാഗത്തെക്കുറിച്ച് പറയാം. എന്താണ് ഇലാസ്റ്റിസിറ്റി? ചില മെറ്റീരിയൽസിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ അവർക്ക് രൂപമാറ്റം വരുന്നു. പിന്നീട് ആ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്താൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് മാറുന്നു. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് മെറ്റീരിയൽ. ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്നതാണ് ഇലാസ്റ്റിസിറ്റി. അതിന് എക്സാമ്പിൾ നമുക്ക് പരിചിതമായ സ്പ്രിങ്. അടുത്തതായി സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ചില മെറ്റീരിയലിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിന് രൂപമാറ്റം സംഭവിക്കുമെന്ന്. ഈ രൂപമാറ്റം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇതിനെ ഒരു യൂണിറ്റ് ഇല്ല. ഇതിനെ സൂചിപ്പിക്കുന്നതിന് എപ്സിലോൺ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് സ്ട്രെയിൻ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഓഫ് ദ മെറ്റീരിയൽ ടു ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻസ്. അടുത്തതായി സ്ട്രെയിൻ 3 തരത്തിലാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മെറ്റീരിയലിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിന് രൂപമാറ്റം സംഭവിക്കുന്നു. ഈ രൂപമാറ്റം പ്രധാനമായിട്ടും അതിൻ്റെ ലെങ്തിനെ, ഏരിയ, അതുപോലെ തന്നെ വോള്യം അങ്ങനെയുള്ളവയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ സ്ട്രെയിൻ ലീനിയർ സ്ട്രെയിനാണ്. ലീനിയർ സ്ട്രെയിൻ എന്നാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ടു ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. അടുത്തത് ലാറ്ററൽ സ്ട്രെയിൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ മെറ്റീരിയൽ ടു ഇറ്റ്സ് ഒറിജിനൽ ഏരിയ. മൂന്നാമതായി വോള്യൂമെട്രിക് സ്ട്രെയിൻ. It is the ratio between the change in volume of the material to its original volume. അടുത്തതായി പോയ്സൺ റേഷ്യോ. പോയ്സൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് ലാറ്ററൽ സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോയാണ്. അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ലാറ്ററൽ സ്ട്രെയിൻ ആൻഡ് ലീനിയർ സ്ട്രെയിൻ. അടുത്ത ടേം സ്ട്രെസ് ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു മെറ്റീരിയലിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രൂപമാറ്റമാണ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ അതിൻ്റെ ഓരോ യൂണിറ്റ് ഏരിയയിലും അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻറ്റേർണൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാകുന്നു. ഈ ഇൻറ്റേർണൽ ഓപ്പോസിറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് ദ ഇൻറ്റേർണൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ടു ദ എക്സ്റ്റേണൽ ലോഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് സ്ട്രെസ്. സ്ട്രെസ് സൂചിപ്പിക്കാനായിട്ട് സിഗ്മ എന്ന് പറയുന്ന അക്ഷരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ട്രെസ് എത്ര തരത്തിലുണ്ടെന്ന് നോക്കാം. പ്രധാനമായും 4 സ്ട്രെസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, ടോർഷണൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. ഒരു മെറ്റീരിയലിൽ തുല്യവും വിപരീതവുമായ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയലിന് പ്രധാനമായും അതിൻ്റെ ലെങ്ത്തിൽ വർധനവ് സംഭവിക്കുന്നു. ലെങ്ത്തിലുള്ള ഈ വർധനവിനെ എതിർത്തുകൊണ്ട് ഒരു സ്ട്രെസ് അവിടെ രൂപപ്പെടുന്നു. ഈ സ്ട്രെസ്സിനെയാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അടുത്തത് കംപ്രസീവ് സ്ട്രെസ് എന്താണെന്ന് നോക്കാം. ഒരു മെറ്റീരിയലിൽ തുല്യവും വിപരീതവുമായ 2 ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ ഞെരുങ്ങുകയാണ് ചെയ്യുന്നത്. ആ ഞെരുങ്ങുമ്പോൾ
പ്രധാനമായും അതിൻ്റെ ലെങ്ത്തിൽ കുറവ് സംഭവിക്കുന്നു. ലെങ്ത്തിലുള്ള ഈ കുറവിനെ എതിർത്തുകൊണ്ട് അവിടെ ഒരു സ്ട്രെസ് രൂപപ്പെടുന്നു. ഈ സ്ട്രെസ്സിനെയാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. മൂന്നാമതായി ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സിന് വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കയ്യിലുള്ള റബ്ബർ നമ്മൾ അതിലെ അമർത്തുകയാണെങ്കിൽ റബ്ബറിൻ്റെ 2 സൈഡിലേക്കും ബൾജ് ചെയ്ത് നിൽക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു രൂപമാറ്റം സംഭവിക്കുന്നു. ഈ രൂപമാറ്റത്തിനെ എതിർത്തുകൊണ്ട് അവിടെയുണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സ്ട്രെസ്സിനും സ്ട്രെയിനും ഒരു റിലേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഈ ലോയെ ഹുക്സ് ലോ എന്ന് പേര് വന്നത്. ഹുക്സ് ലോ എന്താണെന്ന് നോക്കാം. സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നതാണ് ഹുക്സ് ലോ. അടുത്തതായി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് യങ്സ് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇത് ഹുക്സ് ലോ തന്നെയാണ്. ഇവിടെ നമ്മൾ ഇതിനെ സൂചിപ്പിക്കുന്നതിന് ഇ എന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമതായി മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ഈസ് നോൺ ആസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇത് സൂചിപ്പിക്കുന്നതിന് എൻ എന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തത് ബൾക്ക് മോഡുലസ്. ഇവിടെ വോളിമെട്രിക് സ്ട്രെസ്സും വോളിമെട്രിക് സ്ട്രെയിനും തമ്മിലുള്ള റിലേഷനാണ് സൂചിപ്പിക്കുന്നത്. അതായത് ദ റേഷ്യോ ഓഫ് വോളിമെട്രിക് സ്ട്രെസ് ടു ദ വോളിമെട്രിക് സ്ട്രെയിൻ ഈസ് നോൺ ആസ് ബൾക്ക് മോഡുലസ്. ഇതിനെ സൂചിപ്പിക്കാനായി കെ ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ടേമാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് ആൻഡ് വർക്കിംഗ് സ്ട്രെസ്. ഒരു മെറ്റീരിയലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് കൂടുതലാണെങ്കിൽ ആ മെറ്റീരിയൽ ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ആ മിനിമം ലോഡിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് ലോഡ് ഓർ ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽ രൂപപ്പെടുന്ന സ്ട്രെസ്സിനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അടുത്തത് സേഫ് ലോഡ് എന്താണെന്ന് നോക്കാം. ദ ലോഡ് വിച്ച് ഈസ് കൺസിഡേർഡ് സേഫ് ഫോർ ദ മെഷീൻ എലമെൻറ്റ് ഈസ് നോൺ ആസ് സേഫ് ലോഡ് ഓർ വർക്കിംഗ് ലോഡ്. അതായത് ഒരു മെഷീനിന് വർക്ക് ചെയ്യുമ്പോൾ സേഫായിരിക്കുക, അതായത് അതിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കുക. അപ്പോൾ അതിന് യോഗ്യമായ രീതിയിലുള്ള ഒരു ലോഡ് കൊടുക്കുന്നു. ആ ലോഡിനെയാണ് സേഫ് ലോഡ് എന്ന് പറയുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ്സും വർക്കിംഗ് സ്ട്രെസ്സും തമ്മിലുള്ള റേഷ്യോയാണ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡും സേഫ് ലോഡും തമ്മിലുള്ള റേഷ്യോയാണ്. ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ് ഈസ് നോൺ ആസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ലോഡ് ടു ദ സേഫ് ലോഡ് മേ ഓൾസോ ബി termed as factor of safety. It has no unit, hence it is expressed in a number. അടുത്തത് ഓൾജിബ്ര എന്ന് പറയുന്ന പാഠഭാഗം നോക്കാം. എന്താണ് ഓൾജിബ്രൈക് സിമ്പിൾ അല്ലെങ്കിൽ ഓൾജിബ്ര? നമ്മൾ സാധാരണയായി സംഖ്യകൾ മാത്രം ഉപയോഗിച്ചിട്ട് ഇക്വേഷൻസ് എഴുതുന്നു. അവിടെ സംഖ്യയ്ക്ക് പകരം നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ഏതെങ്കിലും അക്ഷരമോ മറ്റെന്തെങ്കിലും സിംബൽസോ കൊടുക്കുകയാണെങ്കിൽ അത്തരം ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് ഓൾജിബ്രൈക് ഇക്വേഷൻസ്.
ആൾജിബ്രയിലെ ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് എന്താണെന്ന് നോക്കാം. ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ വേരിയബിൾസും ഒരുപോലെയായിരിക്കും. അൺലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന വേരിയബിൾസ് എല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. നമുക്ക് ലൈക്ക് ടേംസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. എ എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ 5 ടേംസ് കൊടുത്തിട്ടുണ്ട്. 5 ടേംസിലും ഉപയോഗിക്കുന്ന വേരിയബിൾസ് എ ആണ്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ഗ്രൂപ്പ് ലൈക്ക് ടേംസിൻ്റെ ഒരു ഗ്രൂപ്പാണെന്ന് പറയാം. ബി എന്ന ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിലോ അവിടെ XY എന്ന് പറയുന്ന ചരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബി എന്ന ഗ്രൂപ്പും ലൈക്ക് ടേംസിൻ്റെ ഒരു ഗ്രൂപ്പാണെന്ന് പറയാം. സിയും അതുപോലെ തന്നെയാണ്. അടുത്തത് അൺലൈക്ക് ടേംസിൻ്റെ ഗ്രൂപ്പ് നോക്കാം. എ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 4 ടേംസ് ആണുള്ളത്. 4 പേരുടെയും വാരിയബിൾസ് ഡിഫറൻ്റാണ്. അതുകൊണ്ട് അത് അൺലൈക്ക് ടേമിൻ്റെ ഒരു ഗ്രൂപ്പാണെന്ന് പറയാം. ബി എന്ന ഗ്രൂപ്പും സി എന്ന ഗ്രൂപ്പും നിങ്ങൾ സ്വന്തമായി പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അടുത്തത് സിമ്പിൾ ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പവറിലുള്ള വേരിയബിൾസ് മാത്രം ഉപയോഗിച്ച് എഴുതുന്ന ഇക്വേഷൻസിനെയാണ് സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അവിടെ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 2x + 4 = 10. x എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പവർ 1 ആണ്. അടുത്ത ഇക്വേഷൻ 4x + 12 = 14. അവിടെയും എക്സിൻ്റെ പവർ 1 ആണ്. അപ്പോൾ പവർ 1 ആയിട്ടുള്ള വേരിയബിൾസ് മാത്രം ഉപയോഗിച്ച് എഴുതുന്ന ഇക്വേഷൻസിനെയാണ് സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയും. ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് എങ്ങനെയാണ് അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നതെന്ന് നോക്കാം. തൊട്ട് മുൻപ് നമ്മൾ ലൈക്ക് ടേംസിനെ കുറിച്ചും അൺലൈക്ക് ടേംസിനെ കുറിച്ചും പറഞ്ഞു. 2 അതിൽ കൂടുതലോ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിലുള്ള ലൈക്ക് ടേംസുകൾ ഒരുമിച്ച് എഴുതുക. എന്നിട്ട് അവ തമ്മിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയാണ് ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് അതിൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത്. അടുത്തത് ആൾജിബ്രയിലെ ലോസ് ഓഫ് ഇൻഡിസസ് ആണ്. നമ്മൾ വളരെ വിശദമായിട്ട് അത് ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ധാരാളം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാഠഭാഗമാണിത്. അതുകൊണ്ട് എല്ലാ ട്രെയിനീസും ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് അടുത്തതായി വരുന്ന ഒരു പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ ന്യൂമറേറ്ററിലെ സംഖ്യാഭാഗങ്ങൾ ആദ്യം ഗുണിച്ചെഴുതുക. അപ്പോൾ നമുക്ക് 60 കിട്ടും. പിന്നീട് ന്യൂമറേറ്ററിലെ തന്നെ വാരിയബിൾസ് ഗുണിച്ചെഴുതുക. അവിടെ നമ്മൾ ലോസ് ഓഫ് ഇൻഡിസസിലെ x⁻m × x⁻n = x⁻m+n എന്ന് പറയുന്ന ലോയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ a�6 എന്ന് കിട്ടുന്നു. താഴെ ഡിനോമിനേറ്ററിലും ആദ്യം സംഖ്യാഭാഗങ്ങൾ തമ്മിൽ ഗുണിക്കുക. അവിടെ 60 കിട്ടുന്നു. വീണ്ടും x⁻m × x⁻n എന്ന് പറയുന്ന ലോ അപ്ലൈ ചെയ്ത് നമുക്ക് a⁵5 എന്ന് ലഭിക്കുന്നു.
ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയി 60 ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യുന്നു. അടുത്ത ലോ അപ്ലൈ ചെയ്യേണ്ടത് എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എം മൈനസ് എൻ ആണ്. ആ ലോ പ്രകാരം നമുക്ക് എ എന്ന് ആൻസർ ലഭിക്കുന്നു.